ഇന്ന് സെപ്റ്റംബർ 27. പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനെന്ന തിരുസഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ ദിനം. ഏവർക്കും വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ ആശംസകൾ. 17-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ച ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായി തീർന്ന വിശുദ്ധനാണ് വിശുദ്ധ വിൻസെൻ്റ് പോൾ. ഫ്രാൻസിലും പിന്നീട് ലോകമെമ്പാടും വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ പരസ്നേഹ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വ്യത്യസ്തങ്ങളായ സഭകളും സംഘടനകളും രൂപം കൊണ്ടു. പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന സഭകളിലെയും സംഘടനകളിലെയും അംഗങ്ങളാണ് ഇന്ന് നമ്മളോടൊപ്പം കടന്നു വന്നിരിക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ ദിനമാണ്. നിങ്ങൾക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ആ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. ഇന്ന് ഈ വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ ദിനത്തിൽ തീർച്ചയായും വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കാനായിട്ടാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും സഭയെക്കുറിച്ചും അതുപോലെ വിൻസെൻ്റ് പോൾ സഖ്യത്തെക്കുറിച്ചും ഒന്ന് പരിചയപ്പെടുത്താനാണ്. ആദ്യം നമുക്ക് നിങ്ങളെ ഒന്ന് വ്യക്തിപരമായിട്ടൊന്ന് പരിചയപ്പെടുത്തുക. സിസ്റ്റർ ഫിലോ എന്നാണ് എൻ്റെ പേര്. കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് പോൾ, അല്ലെങ്കിൽ വിൻസെൻ്റ് സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ SCV എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. മാനന്തവാടിയിലാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ ആസ്ഥാനമിട്ട് തുടങ്ങിയിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ ഡെസിഗ്നേഷൻ സുപ്പീരിയർ ജനറൽ. ഞാൻ ഫാദർ ടോണി ചക്കുങ്കൽ VC, വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ്റെ അസിസ്റ്റൻ്റ് സുപ്പീരിയർ ജനറലാണ്. വിൻസെൻഷൻ ജനറലേറ്റ് ഇരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എടപ്പള്ളി ആസ്ഥാനമായിട്ടാണ്. താങ്ക് യു. എൻ്റെ പേര് തോമസ് പുലിക്കോട്ടിൽ. ഞാൻ സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ കേരള സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്നറിയപ്പെടും, KRCC എന്ന ചുരുക്കനാമത്തിൽ. താങ്ക് യു. ഞാൻ സിസ്റ്റർ സരീന തോട്ടം, വിൻസെൻ്റ് പോൾ സ്ഥാപിച്ച ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് പോൾ എന്ന കോൺഗ്രിഗേഷൻ്റെ സൗത്ത് പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ കൗൺസിലറാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഫാദർ റോയ് കൊച്ചാപ്പള്ളി, CM, വിൻസെൻ്റ് പോള് സ്ഥാപിച്ച സഭയാണ് CM, കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ. ഞാനിപ്പോൾ കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ സഭയുടെ സദേൺ ഇന്ത്യൻ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ കൺസൾട്ടൻ്റ് ഇൻചാർജ്, വൈദിക പരിശീലനത്തിൻ്റെ ഇൻചാർജായിട്ട് സേവനം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മളോടൊപ്പം 5 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. 2 പേര് വിൻസെൻ്റ് പോൾ നേരിട്ട് സ്ഥാപിച്ച സഭകളുടെ മെമ്പേഴ്സാണ്. 3 പേര് വിൻസെൻ്റ് പോളിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് സ്ഥാപിക്കപ്പെട്ട സഭകളും അതുപോലെ തന്നെ സംഘടനയുമാണ്. എവരെയും നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സഭയെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഫാദർ പ്ലീസ്. ഞാനായിരിക്കുന്നത് വിശുദ്ധ വിൻസെൻ്റ് പോൾ 1625 ഫ്രാൻസിൽ പാരീസിൽ സ്ഥാപിച്ച കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ, അന്താരാഷ്ട്രമായി വിൻസെൻഷൻസ് എന്നറിയപ്പെടുന്ന സഭാംഗമാണ്. വിൻസെൻ്റ് പോള് ഈ സഭ ആരംഭിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് 1617 ഫോളവിൽ നടന്ന ഒരു സംഭവമാണ്. അതാണ് ഈ സഭയുടെ ആരംഭമെന്നും പാവങ്ങളിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെല്ലാൻ വിൻസെൻ്റ് പ്രേരിപ്പിച്ച ഒരു സംഭവം അതാണ്.
സംഭവം ഇങ്ങനെയാണ്. ഡീഗോണ്ടി മാഡം എന്ന് പറയുന്ന ഒരു കുലീന സ്ത്രീയുടെ എസ്റ്റേറ്റിലുള്ള തോട്ടങ്ങളിലുള്ള വ്യക്തികളുടെ ആത്മീയമായ കാര്യങ്ങൾ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മാഡം ഡീഗോണ്ടി വിൻസെൻ്റ് പോളിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ പ്രായാധിക്യത്താൽ മരണാസനായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ കുമ്പസാരം കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഗ്രാമം ഒരുപക്ഷെ ഏറ്റവും നല്ല വ്യക്തി എന്ന് അറിയപ്പെടുന്ന ആ വ്യക്തിയുടെ കുമ്പസാരം കേട്ട് കഴിഞ്ഞപ്പോഴാണ് എന്തുമാത്രം വ്യക്തികളാണ് ദൈവത്തിൽ നിന്ന് അകന്ന് പാപത്തിൽ ജീവിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം 1617 ജനുവരി 25 അതായത് പൗലോസ്ലീഹായുടെ മാനസാന്തര തിരുനാളിൻ്റെ അന്ന് ഈ മാഡം ഡിഗോണ്ടി പറഞ്ഞതനുസരിച്ച് വിൻസെൻ്റ് പോൾ ഒരു പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗമാണ് ശരിക്കും സഭയുടെ ആരംഭം എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് വിൻസെൻ്റ് പോൾ ദൈവത്തിലേക്ക് തിരിഞ്ഞും ഒപ്പം ലോകത്തിലേക്ക് നോക്കിയും ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് തൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുകയായിരുന്നു. ഒരു കാലത്ത് വിൻസെൻ്റ് പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് ഓടിയകന്ന വ്യക്തിയാണെങ്കിൽ പിന്നീട് ദരിദ്രരിലേക്ക് ഓടിയിറങ്ങുന്ന ഒരു വിശുദ്ധനായി വിൻസെൻ്റ് പോൾ രൂപാന്തരപ്പെടുകയാണ്. എത്രമാത്രം വേഗത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് ഓടിയകുന്നോ അതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ ദരിദ്രരുടെ ഇടയിലേക്ക് ഓടിച്ചെന്നു. അതെ അതെ. അങ്ങനെ 1625 ഏപ്രിൽ 17 വിൻസെൻ്റ് പോൾ സഭ ഔദ്യോഗികമായി സ്ഥാപിക്കുന്നു. പിന്നീട് മിഷൻ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിൻസെൻ്റ് പോൾ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ മിഷണറിമാരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വിൻസെൻ്റ് പോൾ അയക്കുകയുണ്ട്, പ്രത്യേകിച്ച് മഡഗാസ്കറിലേക്ക്. അങ്ങനെ സഭ പിന്നീട് ഇറ്റലിയിലേക്കും ഒപ്പം മഡഗാസ്കറിലേക്കും പോളണ്ടിലേക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. ഇന്ന് സഭയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 3100-ലധികം അംഗങ്ങൾ 100-ലധികം രാജ്യങ്ങളിലായി സ്തുത്യർഹമായ സേവനം ചെയ്തു വരുന്നു. ഇന്ന് ആഗോള സഭയിൽ പാവങ്ങളുടെ പിതാവും പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി വിൻസെൻ്റ് പോൾ വാഴ്ത്തപ്പെടുമ്പോൾ ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒത്തിരിയേറെ സഭകൾ ഈ പരസ്നേഹ പ്രവർത്തനം മുൻപോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. മഡഗാസ്കറിൽ ആദ്യം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിരുന്നു. പലതരത്തിലുള്ള വിമർശനങ്ങൾ വിൻസെൻ്റ് പോളിന് ഏൽക്കേണ്ടി വന്നു. ആ സമയത്തെല്ലാം വിൻസെൻ്റ് പോൾ അതിനെ തരണം ചെയ്തത് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാമോ? വിൻസെൻ്റ് പോൾ ആദ്യം അച്ഛന്മാരെ കോൺഫറൻസിനെ മഡഗാസ്കറിലേക്ക് അയക്കുമ്പോൾ ചിലരൊക്കെ യാത്രാമധ്യേ തന്നെ മരിച്ചുപോയി. കപ്പലിൽ നീണ്ട യാത്ര ചെയ്താണ് അവർ മഡഗാസ്കറിലേക്ക് പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മിഷണറി തീഷ്ണത, പ്രാർത്ഥനയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ദൈവത്തെയും ദൈവസ്നേഹത്തെയും വേണ്ടി കാത്തു നിൽക്കുന്ന ഒത്തിരിയേറെ ജനലക്ഷങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും വീണ്ടും അദ്ദേഹം അച്ഛന്മാരെ മിഷൻ പ്രവർത്തനത്തിന് അയക്കുന്നതായിട്ടാണ് വീണ്ടും നമ്മൾ കാണുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ പിൽക്കാലത്ത് 1922 4 സ്പാനിഷ് അച്ഛന്മാർ ഇന്ത്യയിലേക്ക്, അതായത് ഒറീസയിൽ വരുന്നത്. അവിടെ കട്ടക് എന്ന് പറയുന്ന സ്ഥലത്താണ് മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് ഇന്ന് കാണുന്ന 4 രൂപതകളിലായിട്ട് ഒത്തിരിയേറെ ജനങ്ങളെ ക്രിസ്തു സ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ വിൻസെൻഷ്യൻ മിഷണറിമാർക്ക് സാധിച്ചു. ഇന്ന് ലോകമെമ്പാടും പരസ്നേഹ പ്രവർത്തന വ്യാപൃതരായിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഞങ്ങൾക്ക് 2 പ്രൊവിൻസുകളാണ് ഉള്ളത്. ഒന്ന് നോർത്തേൺ ഇന്ത്യൻ പ്രൊവിൻസ്, അത് മാതൃ പ്രവിശ്യയാണ്. 1997 സതേൺ ഇന്ത്യൻ പ്രൊവിൻസ് എന്ന് പറഞ്ഞ പുതിയ ഒരു പ്രൊവിൻസും രൂപപ്പെട്ടു. അങ്ങനെ സഭ ഇന്ന് ഇന്ത്യയിലും വളർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ സതേൺ ഇന്ത്യൻ പ്രൊവിൻസിലെ ഒരു അംഗമാണ്. ടാൻസാനിയൻ മിഷനും ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ കീഴിലാണ്. ഇപ്പോൾ ഉടനെ അതൊരു വൈസ് പ്രൊവിൻസായിട്ട് രൂപാന്തരപ്പെടാൻ പോകുന്നു. ഒപ്പം നോർത്ത് ഇന്ത്യയുടെ കീഴിലുള്ള നോർത്ത് ഈസ്റ്റ് റീജിയനും ഒരു വൈസ് പ്രൊവിൻസ് ആകാനുള്ള പ്രക്രിയയിൽ ആയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. സിസ്റ്ററെ, സഭയെപ്പറ്റി ഒന്ന് സൂചിപ്പിക്കാമോ? ആദ്യം അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളാണ് വിൻസെൻ്റ് പോൾ, ലൂയിസ് ഡി മരിലാക്കും കൂടി ഒന്നിച്ച് ചേർന്ന് സ്ഥാപിച്ചതാണ്. അപ്പോൾ ആദ്യം കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ എന്നുള്ള സഭ സ്ഥാപിച്ചതിന് ശേഷം വനിതകൾക്ക് വേണ്ടി, അപ്പോൾ ആ കാലത്ത് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന എല്ലാവരും മതിലിൻ്റെ ഉള്ളിലാണ്, മഠത്തിലാണ്. അന്ന് ആരും സിസ്റ്റേഴ്സ് പുറത്തേക്ക് വരില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപാട് ദരിദ്രർ, പാവപ്പെട്ടവർ, അനാഥരായ കുട്ടികൾ
പല യുദ്ധങ്ങളുടെ എല്ലാം ഭാഗമായി വരുന്നപ്പോൾ ഇവർക്ക് സേവനം നൽകുവാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കുലീനരായ സ്ത്രീകൾ ഇവരുടെ ഒന്നും ഒരു ഭാഗമായിട്ട് കണ്ടിരുന്നില്ല ഈ സേവനം. അപ്പോൾ അവർക്ക് പണമുണ്ട്, പക്ഷെ ഇത് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഒരു സന്യാസ സമൂഹത്തെ വേണം എന്നുള്ളതിനാലാണ് വിശുദ്ധ ലൂയിസ് ഡി മെർലാക്കിൻ്റെ സഹായത്തോടെ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്നായിരുന്നില്ല പേര്, ഒരു സമൂഹം. കാരണം അന്ന് സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കോൺവെൻറ്റിന് ഉള്ളിൽ പോകണം. അപ്പോൾ വിൻസെൻ്റ് പോളിൻ്റെ ആഗ്രഹപ്രകാരം സമൂഹത്തിലേക്ക് സേവനം ചെയ്യുവാനായിട്ട് സിസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടാതെ ഒരു സന്യാസ സമൂഹം, അതായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് 1 വർഷത്തേക്ക് മാത്രം വ്രതവാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു സന്യാസിനി സമൂഹം രൂപീകരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ സമൂഹത്തിൻ്റെ തുടക്കം. അപ്പോൾ ഇവരുടെ സേവനം കണ്ടുകൊണ്ട് ജനങ്ങൾ നൽകിയ പേരാണ് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി. അത് മലയാളത്തിൽ ഉപവിയുടെ പുത്രിമാർ എന്നറിയപ്പെടുന്നു. പിന്നീട് അത് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ എന്ന പേരിലേക്ക് അറിയപ്പെട്ടു. ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുക, പ്രവിശ്യയെക്കുറിച്ചൊക്കെ. അപ്പോൾ ആദ്യം സ്പാനിഷ് മിഷണറീസാണ് ഇന്ത്യയിലേക്ക് വന്നത്. CM ഫാദേഴ്സിൻ്റെ പുറകെ അവരുടെ പിന്നാലെ തന്നെയാണ് സിസ്റ്റേഴ്സ് വന്നത്. അപ്പം ആദ്യം ഇതുപോലെ തന്നെ ഒറീസയിൽ വന്ന് സ്ഥാപിച്ചു. ഒറീസയിൽ നിന്നും ഞങ്ങൾ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലേക്കും കടന്നു വന്നു. ഇപ്പം ഞങ്ങൾ 2 പ്രോവിൻസായിട്ടാണ് സേവനമനുഷ്ഠിക്കുന്നത്. ഞാൻ സൗത്ത് ഇന്ത്യൻ പ്രോവിൻസിൻ്റെ അംഗമാണ്. അപ്പോൾ നമുക്ക് സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നോ സർവീസ് ഷുഡ് ബി ഫോറിൻ ടു ദം. ഈ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി കടന്നു ചെല്ലാത്ത ഒരു മേഖലയും ഉണ്ടാകരുത്. അതുകൊണ്ട് കൃത്യമായി നമ്മൾ ഇന്ന സർവീസേ ചെയ്യൂ എന്നുള്ളതല്ല, എവിടെ പാവങ്ങളുണ്ടോ അവിടെയെല്ലാം ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഉണ്ടായിരിക്കണം എന്നതാണ് സെൻറ്റ് വിൻസെൻ്റ് പോളിൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതുപ്രകാരം ഇന്ത്യയിൽ നമ്മൾ ആദ്യം വന്നപ്പോൾ കുഷ്ഠരോഗികൾ, നമ്മൾ ഹാൻസൺ ഡിസീസ് എന്ന് പറയും, കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള സേവനം തുടങ്ങി. ഇന്നും അവർക്ക് രോഗബാധിതരല്ലാവരെങ്കിലും അവർക്ക് പലപ്പോഴും ഡിഫോമിറ്റീസ് ഉള്ളതുകൊണ്ട് അവരെ സൊസൈറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിലും അവർക്ക് സമൂഹത്തിലേക്ക് നല്ലൊരു സ്ഥാനം കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച് ഉന്നതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കൂൾ വളരെ വിജയകരമായിട്ട് തന്നെ തുടങ്ങുന്നുണ്ട്. നമുക്ക് ഏകദേശം എത്രമാത്രം അംഗങ്ങളുണ്ട്? ലോകത്ത് ഇന്ന് ഞങ്ങൾ 14,000 സിസ്റ്റേഴ്സ്. ഇന്ത്യയിൽ എത്ര പേര്? ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യൻ പ്രോവിൻസിൽ 200, ഏകദേശം 500ഓളം സിസ്റ്റേഴ്സ് ഓൾ ഇന്ത്യയിൽ, നോർത്ത് പ്രോവിൻസും സൗത്ത് ഇന്ത്യൻ പ്രോവിൻസും. വിശുദ്ധ വിൻസെൻ്റ് പോൾ ഈ സൊസൈറ്റിയുടെ സ്വർഗീയ മധ്യസ്ഥനായി 1833 ഫെഡറിക് ഓസാനം സ്ഥാപിച്ച ഒരു സൊസൈറ്റിയാണ് ഇന്ന് 152 രാജ്യങ്ങളിലായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വിൻസെൻ്റ് പോൾ സൊസൈറ്റി. ഏകദേശം ഇന്ത്യയിൽ മാത്രം 66,000 അംഗങ്ങളുള്ള ഒരു സൊസൈറ്റി കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് 122 കോടി രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതിൽ കേരളത്തിൽ നിന്ന് മാത്രം 77 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഈ സൊസൈറ്റിയിലൂടെ ഞങ്ങൾ ചെയ്തത്. അംഗങ്ങളുടെ ഇവിടുത്തെ ഇന്ത്യയിലെ അംഗങ്ങളുടെ എണ്ണം 66,000 അംഗസംഖ്യകളിൽ കേരളത്തിൽ മാത്രം 36,000 അംഗങ്ങളുണ്ട്. ഇതിലെ അംഗങ്ങൾ അൽമായർ മാത്രമാണ്. അൽമായർ മാത്രമാണ്. സഹോദരങ്ങളും സഹോദരിമാരും യൂത്തുകളും യുവജന വിഭാഗവും ഞങ്ങൾക്കുണ്ട്. പ്രത്യേക വിഭാഗമാണോ? പ്രത്യേക വിഭാഗങ്ങളാണ്. യുവജനത്തിന് ഒരു പ്രത്യേക വിഭാഗമാണ്. കോൺഫറൻസുകൾ എന്നറിയപ്പെടുന്ന ഓരോ യൂണിറ്റിലും പുരുഷന്മാരും സ്ത്രീകളും മിക്സ്ഡ് കോൺഫറൻസുകളും ഉണ്ട്. സെപ്പറേറ്റ് നിൽക്കുന്ന വനിതാ വിഭാഗങ്ങളും ഉണ്ട്. ഏതാണ്ട് എല്ലാ ഇടവുകളിലും കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതെ, കേരളത്തിൽ പറയുകയാണ്. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ 87 രൂപതകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. 87 സെൻട്രൽ കൗൺസിലുകളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ 32 രൂപതകളിൽ, അതായത് 0 മലങ്കര, 0 മലബാർ, ലാറ്റിൻ, ഈ രൂപതകൾ 32 രൂപതകളിലായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. ലോകത്തിൽ വെച്ച്
വിൻസെൻ്റ് ഡി പോളിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ആത്മായ സൊസൈറ്റിയാണ് വിൻസെൻ്റ് ഡി പോൾ സഭ. തീർച്ചയായിട്ടും അച്ഛാ, തീർച്ചയായിട്ടും. വളരെ നല്ല രീതിയിൽ ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ലോകത്തിൽ ബ്രസീലാണ് അംഗസംഖ്യകളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. തൊട്ടടുത്ത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരള വിഭാഗം. 66,000 അംഗസംഖ്യകളുള്ള ഇന്ത്യയിൽ 36,000 വരുന്ന അംഗസംഖ്യകൾ കേരളത്തിൽ തന്നെയാണ്. ബാക്കിയാണ് മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ വരുന്നത്. ഇതിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കാനായി 6 റീജിയണലായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതിൽ വെസ്റ്റേൺ റീജിയൻ ഉണ്ട്, നോർത്തേൺ റീജിയൻ ഉണ്ട്, നോർത്ത് ഈസ്റ്റേൺ റീജിയനുണ്ട്, നോർത്ത് ഇന്ത്യ ഉണ്ട്, പിന്നെ കേരളം, തമിഴ്നാട്. അങ്ങനെ 6 റീജിയനിലായിട്ടാണ് ഇത് നമ്മൾ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത്. വിൻസെൻ്റ് ഡി പോളിൻ്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് 1904 എറണാകുളം അതിരൂപതയിലെ വൈക്കം ഫൊറോനയിലെ തോട്ടകം ഗ്രാമത്തിൽ ദേവദാസൻ ബഹുമാനപ്പെട്ട കാട്ടാർത്ത് വർക്കിച്ചൻ ആരംഭം കുറിച്ചതാണ് വിൻസെൻഷൻ സഭ. ആരംഭദശകളിൽ അതിൻ്റെ ഒത്തിരിയേറെ കഷ്ടതകളിലൂടെയൊക്കെ കടന്നുപോയെങ്കിലും പിന്നീട് ദൈവം ആ സഭയെ കൈപിടിച്ചുയർത്തി ഇന്ന് നല്ല രീതിയിൽ ലോകത്തിൻ്റെ എമ്പാടും ദൈവവചന പ്രഘോഷണത്തിലും പരസ്നേഹ പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വൈദിക സമൂഹമാണ്. ഏകദേശം 596 വൈദികരും 180 മേജർ സെമിനാരിയൻസും ഉള്ള ഈ സമൂഹം ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നു. വിൻസെൻ്റ് ചൈതന്യത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും പകർന്നു കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു. 3 പ്രൊവിൻസുകളായിട്ടാണ് സഭ പ്രവർത്തനം ചെയ്യുന്നത്. കേരളത്തിലെ 2 പ്രൊവിൻസ്, കോട്ടയം ആസ്ഥാനമാക്കി സെൻറ്റ് ജോസഫ് പ്രൊവിൻസ്, അങ്കമാലി ആസ്ഥാനമാക്കി മേരിമാത പ്രൊവിൻസ്, ഡൽഹി ആസ്ഥാനമാക്കി നോർത്ത് ഇന്ത്യൻ ഏരിയയിലായിട്ട് സെൻറ്റ് തോമസ് പ്രൊവിൻസ്. അങ്ങനെ 3 പ്രവിശ്യകളായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഈ പ്രവിശ്യകളുടെ ഭാഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. അതിനോട് ചേർത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനും വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ്റെ ഒരു അംഗമാണ്. സിസ്റ്ററെ പ്ലീസ്. കരുണാർദ്രമായ സ്നേഹം ലോകത്തെ കീഴടക്കുന്നു എന്ന ആപ്തവാക്യം ജീവിച്ച പുണ്യപുരുഷനായ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ അനുഗ്രഹീത നാമത്തിൽ 1974 ഞങ്ങളുടെ സമൂഹം കേരളത്തിൽ മാനന്തവാടിയിൽ ആസ്ഥാനമുറപ്പിച്ച് പ്രവർത്തനം ആരംഭിച്ചു. 1970കളിൽ സ്ഥാപിതമായ ഞങ്ങളുടെ സന്യാസിനി സമൂഹം 50 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ 5 ദശകങ്ങളുടെ പിന്നിലേക്ക് ചാരിതാർത്ഥ്യത്തോടെ തിരിഞ്ഞു നോക്കി അത്യുന്നത ദൈവത്തിന്, ഈ വർഷങ്ങൾ അത്രയും വഴി നടത്തിയ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഒരു പ്രത്യേക ചരിത്ര പശ്ചാത്തലമാണ് ഞങ്ങളുടെ സമൂഹത്തിനുള്ളത്. 1960കളിൽ കേരളത്തിൽ നിന്നും അർത്ഥിനികൾ അവരുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ജർമ്മനിയിലുള്ള വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ്റെ പ്രവർത്തനങ്ങളെ കേട്ടറിഞ്ഞായിരിക്കാം അവിടെയുള്ള 4 മദർ ഹൗസുകളിലായിട്ട് അർത്ഥിനികൾ ജോയിൻ ചെയ്യുകയും സന്യസ്ത പരിശീലനം നേടുകയും അതിനുശേഷം ആതുര ശുശ്രൂഷ മേഖലകളിൽ നൈപുണ്യം നേടി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഫ്രാൻസിലെ പുരോഹിതനും പാവങ്ങളുടെ പുണ്യാളനുമായിരുന്ന വിൻസെൻ്റ് ഡി പോൾ ഇന്ന് ആഗോള സഭയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ, പരസ്നേഹ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായി വണങ്ങപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ 1734 ഫ്രാൻസിലെ സ്ട്രാസ്ബൂർഗിലെ മെത്രാനായിരുന്ന കർദിനാൾ ആർമണ്ട് ഗാസ്റ്റൺ ഡി റോഹൻ വിൻസെൻ്റ് ഡി പോളിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി ഉപവി സഹോദരികൾ അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ എന്ന സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുത്തു. ഫ്രാൻസിൽ നിന്നും ഈ സന്യാസിനി സമൂഹം ജർമ്മനിയിലേക്ക് വളരെ വേഗം വ്യാപിക്കുകയും സ്വതന്ത്രമായ മദർ ഹൗസുകൾ രൂപം കൊള്ളുകയും ചെയ്തു. കേരളത്തിൽ നിന്നും പോയ അർത്ഥിനികൾ ഫ്രൈബൂർഗ്,
പാഡർബോൺ, ഫുൾഡ, ഹെപ്പൻഹൈം എന്നീ മദർ ഹൗസുകളിൽ അർത്ഥിനികളായി ചേരുകയും സന്യാസ പരിശീലനം നേടുകയും അതിനുശേഷം ആതുര ശുശ്രൂഷ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഏതാണ്ട് 1970 ആയപ്പോൾ ഭാരതത്തിൽ നിന്നും ജർമ്മനിയിൽ ജോയിൻ ചെയ്ത ഈ വ്രതം ചെയ്ത് സിസ്റ്റേഴ്സായി ജീവിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർ പല മദർ ഹൗസുകളിൽ നിന്നും ഒരുമിച്ച് ചേർന്ന് എന്തുകൊണ്ട് ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്ന് നമ്മളുടെ സേവനം ജന്മനാടിന് കാഴ്ചവെച്ചുകൂടാ എന്ന ഒരു ചിന്തയിൽ അവർ ഒരുമിച്ച് ചേരുകയും ചെയ്തു. അങ്ങനെയാണ് 1974 വയനാട്ടിലെ അന്നത്തെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ദാരിദ്ര്യവും നിറഞ്ഞ പരിസ്ഥിതിയിലേക്ക് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരിമാർ കടന്നു വരികയും മാനന്തവാടി ആസ്പദമാക്കി ഞങ്ങളുടെ സമൂഹത്തിന് രൂപം കൊടുക്കുകയും ചെയ്തത്. ഇന്ന് കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, നോർത്ത് ഈസ്റ്റ്, ജർമ്മനി, അമേരിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലുമായി ഞങ്ങൾ 256 സഹോദരിമാർ സുദീർഘമായി അനുഷ്ഠിച്ചു പോരുന്നു. പ്രൊവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ? പ്രൊവിൻസുകളില്ല, ഞങ്ങൾ ജനറലേറ്റിൻ്റെ കീഴിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പോയ സഹോദരിമാർ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോയ സഹോദരിമാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ 4 നാട്ടിലേക്ക് വരികയും ഇവിടെ ഒരു പുതിയ സഭ സ്ഥാപിക്കുകയും ചെയ്തു. ടോണിയച്ച വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ അതിൻ്റെ അസിസ്റ്റൻറ്റ് ജനറലാണ്. വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരസ്നേഹ പ്രവർത്തനങ്ങളെക്കുറിച്ച്, വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ ചെയ്യുന്നുണ്ട്. അതിലെ പരസ്നേഹ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാവോ? വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ ആരംഭിക്കുമ്പോൾ ദൈവവചന ശുശ്രൂഷയാണ് ആദ്യം നമ്മൾ പ്രാധാന്യം കൊടുത്തത്. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ ആരംഭിച്ചു. പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾ ആരംഭിക്കുമ്പോൾ സാധാരണക്കാരുടെ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരികയും ആ ജനങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അവർ കടന്നു പോകുന്ന വേദനകളും ദുരിതങ്ങളും ഒക്കെ കാണാനിടയായപ്പോൾ അവിടെ നിന്നാണ് പരസ്നേഹ പ്രവർത്തനങ്ങൾ ആരംഭം കുറിക്കുക. ചെറിയ രീതിയിലാണ് ആദ്യം തുടങ്ങിയതെങ്കിലും പിന്നീട് ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒത്തിരിയേറെ വലിയ കാര്യങ്ങൾ കേരളത്തിൻ്റെ പുറത്തേക്ക്, തമിഴ്നാട്ടിലേക്ക് ആദ്യം കടന്നു, പിന്നീട് മധ്യപ്രദേശിലേക്ക് വചനപ്രഘോഷണമായിട്ടും അതോടൊപ്പം തന്നെ ആ ജനങ്ങളുടെ ദരിദ്രരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മുൻനിർത്തി എഡ്യൂക്കേഷൻ വേണ്ടടുത്ത് എഡ്യൂക്കേഷൻ, സാമൂഹ്യ പ്രവർത്തനമാണുള്ളിടത്ത് വില്ലേജ് ഗ്രാമത്തിനെ പുനരുദ്ധരിക്കലാണെങ്കിൽ അതിൻ്റെ മണ്ഡലങ്ങളിൽ അങ്ങനെ ഏത് തലത്തിലാണ് ആവശ്യമുള്ളത് അവിടെ അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ വിൻസെൻഷ്യൻ വൈദികർ തയ്യാറായി. അതിന്ന് വളർന്ന് ഒത്തിരിയേറെ നല്ല പ്രവർത്തനങ്ങൾ ഇന്ന് മധ്യപ്രദേശിൽ, തമിഴ്നാട്ടിൽ ആരംഭം കുറിച്ചു, കേരളത്തിന് പുറത്ത്, പിന്നീട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും ആന്ധ്രയിലേക്ക് കയറി. ആന്ധ്രയിലും ഇന്നും 16 സ്ഥലങ്ങളിലായിട്ട് സേവനം ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയുമായിട്ട് ഒരു റീജിയനിൽ 16ഓളം ആശ്രമങ്ങളുണ്ട്, അതിനുള്ള അനുബന്ധ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ആഫ്രിക്കയിലേക്ക് സഭ വചനപ്രഘോഷണവുമായി കടന്നു ചെന്നു. വചനപ്രഘോഷണത്തോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളും അവിടെ. ഇന്ന് നമ്മൾ പ്രത്യക്ഷമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡിവൈൻ ധ്യാനകേന്ദ്രം ആരംഭിച്ചപ്പോൾ വചനപ്രഘോഷണമാണ് മുന്നിൽ കണ്ടതെങ്കിലും ആ വചനപ്രഘോഷണത്തോടൊപ്പം മനസ്സിലാക്കിയപ്പോൾ ആ ഡിവൈൻ ധ്യാനകേന്ദ്രത്തോട് അനുബന്ധിച്ച് തന്നെ ഒത്തിരിയേറെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചു. HIV പേഷ്യൻസിന്, അതുപോലെ തന്നെ മാനസിക സംഘർഷം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഭവനം, അതുപോലെ തന്നെ ആരാരുമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ താമസിക്കാൻ ഇടമില്ലാത്തവർക്ക് അവർക്ക് വേണ്ടിയുള്ള അഗതി മന്ദിരങ്ങൾ, ഇതെല്ലാം ആ ധ്യാനകേന്ദ്രത്തോട് ചുറ്റി തന്നെ നമ്മൾ എവിടെയൊക്കെ ധ്യാനകേന്ദ്രങ്ങളും വചനപ്രഘോഷണം ആരംഭിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഈ ദൈവസ്നേഹത്തിൻ്റെ മറുവശമായ പരസ്നേഹ പ്രവർത്തനങ്ങൾ ആരംഭം കുറിക്കുകയുണ്ടായി. അതുപോലെ നമുക്കറിയാം കേരളത്തിൽ തന്നെ ക്യാൻസർ രോഗം ഒത്തിരിയേറെ പേരെ ബാധിച്ചിട്ടുണ്ട്. ഈ ക്യാൻസർ രോഗത്തിൻ്റെ ആധിക്യ നിമിത്തം ഒത്തിരിയേറെ കുടുംബങ്ങൾ വേദനിക്കുന്നത് കണ്ടപ്പോൾ ആദ്യമായി നമ്മൾ തിരുവനന്തപുരത്ത് ഒരു ക്യാൻസർ കെയർ സെൻറ്റർ ആരംഭിച്ചു. RCC സെൻറ്ററിൽ ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് വരുന്നവർക്ക് താമസിക്കാൻ ഇടമില്ലാതെ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും 3 നേരവും ഭക്ഷണവും കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൻ്റെ അരികിലായിട്ട് കുമാരപുരത്ത് നമുക്കൊരു സ്ഥാപനമുണ്ട്.
ഏകദേശം 60ഓളം രോഗികൾക്ക് അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് താമസിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. പിന്നീട് നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനനുബന്ധിച്ച് ഡിപോൾ കെയർ സെൻ്റർ ആരംഭിച്ചു. പിന്നീട് മലബാർ മിഷൻ ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ അരികിലായിട്ട് തലശ്ശേരിയിൽ കോടിയേരി എന്ന സ്ഥലത്ത് ഒരു ക്യാൻസർ കെയർ സെൻ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് അരികിലായിട്ട് നമ്മളവിടെ ആ ഡിപോൾ ക്യാൻസർ കെയർ സെൻ്ററിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിത്തിൻ 1 ഇയറിൽ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകും. അപ്പോൾ അവിടെയും ക്യാൻസർ കെയർ സെൻ്റർ ക്യാൻസർ റിസർച്ച് സെൻ്റർ വരുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന രോഗികൾക്ക് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും എല്ലാം ക്രമപ്പെടുത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. പിന്നീട് നമ്മൾ അഗതികൾക്കായിട്ട് വെട്ടിക്കുഴിയിലെ സ്മൈൽ ഫെലോഷിപ്പ്, സ്മൈൽ വില്ലേജ് തുടങ്ങി ഒത്തിരി 90ഓളം വരുന്ന വൃദ്ധരായവർക്കും അഗതികളായവർക്കും താമസിക്കാനുള്ള സ്ത്രീ പുരുഷന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഡിവൈനിലും അതുപോലെ തന്നെ അനാഥരായ കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ മിഷൻ സെൻ്ററിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് പ്രത്യേകിച്ച് UP-യിൽ ഹിന്ദി സമ്പർക്ക് എന്ന് പറഞ്ഞ വില്ലേജുകളിലേക്ക് കടന്നു ചെന്ന് വില്ലേജുകളിൽ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് ഹിന്ദി മീഡിയം സ്കൂളുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും നോമിനലായിട്ട് ചെറിയ ഫീസ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ ചെലവുകളും വഹിക്കുന്നത് സെൻറ്റ് തോമസ് പ്രോവിൻസിലെ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസാണ്. അതുപോലെ തന്നെ ഈ 3 പ്രോവിൻസുകൾ കേന്ദ്രീകരിച്ച് സാമൂഹ്യ പ്രവർത്തനം നടത്തുവാനായിട്ട് 3 സോഷ്യൽ സെൻ്ററുകളുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകൃതമായിട്ട് സെൻറ്റ് ജോസഫ് പ്രോവിൻസിൻ്റെ സോഷ്യൽ സർവീസ് സെൻറ്റർ, അങ്കമാലി ഡിപോൾ മേരിമാത പ്രോവിൻസിൻ്റെ കീഴിൽ അവിടെ വിൻസെൻഷ്യൻ സോഷ്യൽ സെൻറ്റർ മേരിമാത പ്രോവിൻസിലെ സാമൂഹിക പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനായിട്ട്. അതുപോലെ തന്നെ UP-യിൽ ചന്തോസി എന്ന് പറഞ്ഞ ആ ഒരു മിഷൻ സെൻറ്ററിൽ അവരുടെ സോഷ്യൽ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കാനായിട്ട് സെൻറ്റ് തോമസ് പ്രോവിൻസിൻ്റെ കീഴിലും ഒരു സാമൂഹിക സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ പരിസ്ഥിതി പ്രവർത്തനങ്ങളും ഇത് ചുക്കാൻ പിടിക്കുന്നത്. വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി. പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരും വൈദികരും സിസ്റ്റേഴ്സും റിലീജിയസ് ഗ്രൂപ്പിൽപ്പെട്ടതാണ്. വിൻസെൻ്റ് പോൾ സൊസൈറ്റി ഒരു അൽമായ സംഘടനയാണ്. വിൻസെൻ്റ് പോൾ സൊസൈറ്റി ചെയ്യുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ, പരസ്നേഹ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അംഗസംഖ്യയിൽ ഏറ്റവും കൂടുതൽ കേരളം മുന്നിൽ നിൽക്കുന്നു. അതേപോലെ തന്നെയാണ് പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് കേരളം തന്നെയാണ്. പല പ്രവർത്തനങ്ങളും വിൻസെൻ്റ് പോൾ സംഘടന ചെയ്യുന്നത് പലരും അറിയാറില്ല. അതിനൊരു പരസ്യം നമ്മൾ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്, അത് അറിയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ് പലരും അറിയാതെ പോകുന്നത്. അതിൻ്റെ കാരണം സംഘടനയുടെ ഒരു കെട്ടുറപ്പ്, അതിൻ്റെ ഒരു ക്രമീകരണം അങ്ങനെയായിരുന്നു. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഓസാനം കെയർ സെൻ്റർ ഉണ്ട്. ഈ ഓസാനം കെയർ സെൻ്ററിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ട്രെയിൻ വന്നിറങ്ങുന്നവരോ ബസ്സിൽ വന്നിറങ്ങുന്നവരോ അടുത്ത ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് അവിടെ അവർക്ക് ഫ്രഷ് ആകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഫ്രീ ആയിട്ട് ചെയ്തു വരികയാണ്. അവർക്ക് കുളിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും രാവിലെ ഒരു 10:30 മണി വരെ അത് തുറന്നു വെച്ചിട്ടുണ്ടാവും. എല്ലാ ദിവസവും ആ ഒരു പ്രവർത്തനം എറണാകുളത്ത് നടക്കുന്നുണ്ട്. പക്ഷേ പലർക്കും അത് അറിയാറില്ല. അറിയാവുന്നവർ മുഴുവൻ അത് ഉപയോഗിക്കുന്നു. കൂടുതൽ അറിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് വരാനും പറ്റുമല്ലോ. പിന്നെ അതേപോലെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരത്ത് RCCയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതേ രീതിയിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് തൊട്ട് നിങ്ങൾക്ക് ഓശാനം ഭവനുണ്ട്. ക്യാൻസർ പേഷ്യൻസ് അവിടെ വരുമ്പോൾ അവരുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് 1-2 പേര് ഒരു പക്ഷേ ഉണ്ടാവും. അപ്പോൾ ഇന്ന് റേഡിയേഷൻ കഴിഞ്ഞു, നാളെ റേഡിയേഷൻ ഉണ്ടാകില്ല, പിന്നെ ഒരു ദിവസം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയി വീണ്ടും വരാനായിട്ട് അവരെ ശാരീരിക ബുദ്ധിമുട്ട്, പിന്നെ സാമ്പത്തിക ചെലവും. അപ്പം ഇതിന് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക്
നിങ്ങൾ അവർക്ക് ഈ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് അടക്കമുള്ളവർക്ക് ഈ ഓസാന ഭവനിൽ ഫ്രീ അക്കോമഡേഷനും ഫ്രീ ഫുഡും. തിങ്കളാഴ്ച അവർ രാവിലെ വന്നു കഴിഞ്ഞാൽ വെള്ളി വരെ ശനിയാഴ്ച വരെ അവർ ഏകദേശം ഒരു 10-40 പേര് ഇവിടെ ഉണ്ടാവും. താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. ആ കെട്ടിടം അങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊരു വലിയൊരു സേവനമായിട്ട് ഞങ്ങളവിടെ നടത്തിക്കൊണ്ട് പോകുന്നു. ഒരുപാട് സ്ഥലത്തുനിന്ന് ആൾക്കാർ വരാറുണ്ട്. ആ ഒരു പ്രവർത്തനം അങ്ങനെ പോകുന്നു. പിന്നെ ഒറീസയിലെ ബാരിപ്പട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. ഈ ബാരിപ്പടയിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ അവരെ നമ്മൾ നല്ലപോലെ നോക്കുന്നു. അതായത് കേരളത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ഉണ്ട്, പക്ഷേ നോർത്തിലെ വളരെ കുറവാണ്. അപ്പോൾ ഒറീസയിൽ അത് വളരെ മനോഹരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 25 വർഷമോ പൂർത്തിയാവുകയാണ് ഒറീസയിൽ. അതിന് അവിടേക്ക് കേരളത്തിൽ നിന്നാണ് കൂടുതലും ഫണ്ടിങ് അങ്ങോട്ടൊക്കെ പോകുന്നത്. ആ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് കേരളമെന്ന് മാത്രമല്ല, വെസ്റ്റേൺ റീജിയനായാലും അതുപോലെ തന്നെ നോർത്തേൺ റീജിയനായാലും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് നിങ്ങൾ ഓരോ രൂപതകൾ സെൻട്രൽ കൗൺസിൽ നിന്ന് അറിയപ്പെടുന്ന ഓരോ രൂപതകളിൽ നിന്ന് നമ്മളത് അവർക്ക് ഇൻറ്റേർണൽ ട്വിന്നിങ് എന്ന് അറിയപ്പെട്ടുകൊണ്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ മേഖല അങ്ങനെ പോകുന്നു. അതേപോലെ തന്നെ മാനന്തവാടി, വയനാട്ടിൽ നടവയിൽ അവിടെ സ്നേഹാലയം എന്ന് പറഞ്ഞിട്ട് ഒരു ഏകദേശം 150ഓളം പേര് വരുന്ന പാവപ്പെട്ടവർ, ആരുമില്ലാത്തവർ, നിർധനരായിട്ടുള്ളവർക്ക് അക്കോമഡേഷനും അതുപോലെ തന്നെ ഫുഡും കൊടുത്ത് അവരെ ചികിത്സകളൊക്കെ സാധ്യമാക്കി കൊടുത്തുകൊണ്ട് മനോഹരമായിട്ടുള്ള ശുശ്രൂഷ പോകും. നമ്മുടെ കേരളത്തിൽ പല രൂപതകളിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വിൻസെൻ്റ് പോൾ സംഘടന നേരിട്ട് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു രൂപതയിൽ അവർ ഒരു കോൺഫറൻസ് അവർ മാത്രം എടുത്ത തീരുമാനം ഇതായിരുന്നു. അതായത് നമ്മുടെ ഈ ചുറ്റുപാടിലുള്ള പാവപ്പെട്ട കുട്ടികൾ, പഠിക്കാൻ മിടുക്കികളായിട്ടുള്ള കുട്ടികൾ, ആൺകുട്ടികളായാലും വേണ്ടില്ല പെൺകുട്ടികളായാലും വേണ്ടില്ല, മിടുക്കനായാലും മിടുക്കിയായാലും നേഴ്സിംഗ് പഠനത്തിന് വേണ്ടി അവർ എലിജിബിൾ ആവുകയാണ്, അവർക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് 50,000 രൂപ ഒരു വർഷം. അങ്ങനെ ആ കുട്ടിയുടെ 4 വർഷത്തെ പഠനം, അതായത് 2 ലക്ഷം രൂപ ഒരു കുട്ടിക്ക്. അപ്പോൾ അങ്ങനെ തീരുമാനം എടുത്തു. അത് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആദ്യം ഒരു 10 കുട്ടികൾക്ക് മാത്രം കൊടുക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷം രൂപ ഒരു വർഷം. പക്ഷേ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ന് അത് 70 കുട്ടികളെ പഠിപ്പിക്കുന്ന വിധത്തിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. 35 ലക്ഷം രൂപ ഒരു വർഷം അതിനു വേണ്ടി ചെലവഴിക്കുന്നു. ആ ശുശ്രൂഷ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ വിവരം അറിഞ്ഞുകൊണ്ട് പല രൂപതകളിലും സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി കുട്ടികളെ പഠിപ്പിക്കുന്ന, പ്രത്യേകിച്ച് നേഴ്സിംഗ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് എടുത്ത തീരുമാനം, പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും വേഗം ജോലി കിട്ടും, അതിന് വേറെ പൈസകളൊന്നും മുടക്കേണ്ടതില്ല, 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വിദേശത്ത് പോവുകയും ചെയ്യാം, ആ കുട്ടിയുടെ വിവാഹം നടക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ആ മേഖലയിലേക്ക് കടന്നത്. അതും വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചെറുപ്പത്തിലേക്ക് ഞങ്ങളുടെ മനസ്സിലൊക്കെ പതിഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. വീട്ടിലേക്ക് പിടിയരി മാറ്റി വയ്ക്കും. ഓരോ ആഴ്ചയിലും വിൻസെൻ്റ് പോൾ സഖ്യത്തിലെ പ്രവർത്തകർ വരും, ആ പിടിയരി കൂട്ടി ആ സഞ്ചിയിലേക്ക് ഇടും. അതിനുശേഷം ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലേക്ക് അരി എത്തിക്കുന്ന പരിപാടി പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾക്ക് വലിയ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം അരിക്ക് ക്ഷാമമില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന്, സമ്പന്നരിൽ നിന്ന് പിടിയരി വാങ്ങി മറ്റവർക്ക് കൊടുക്കാൻ പോകുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വാല്യൂ ഇപ്പോൾ പഴയ പോലെ ഇല്ല. കാരണം പലവിധ യൂണിറ്റുകൾ, അതായത് ഗവൺമെൻറ് ഇതര സ്ഥാപനങ്ങളൊക്കെ ഈ കിറ്റുകൾ കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പിടിയരി നമ്മളങ്ങനെ വാങ്ങി ചെയ്യാറില്ല. അതേ സമയത്ത് സംഭാവനകൾ നമുക്ക് ലഭിക്കാറുണ്ട്. സംഭാവന നമ്മൾ ആരോടും ഒന്നും ചോദിക്കാറില്ല. രഹസ്യപ്പിരിവ് പോലെ. അത് അംഗങ്ങളുടെ ഇടയിലുള്ള രഹസ്യപ്പിരിവുകൾ സാധാരണ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കോൺഫറൻസിലൂടെ ലഭിക്കുന്ന രഹസ്യപ്പിരിവ് പ്ലസ് വിൻസെൻ്റ് പോൾ സംഘടനയെ അറിഞ്ഞുകൊണ്ട് ഓരോ ഇടവകയിലും സമ്പന്നരായിട്ടുള്ള വ്യക്തികൾ അവരുടെ ദശാംശത്തിൻ്റെ ഒരു ഭാഗം ഇതിലുകൊണ്ട് നമുക്ക് തരാറുണ്ട്. താങ്ക് യു.
വിൻസെൻ്റ് പോൾ സ്ഥാപിച്ച സഭയാണ് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി. ആ സഭയിലെ അംഗമാണ് സിസ്റ്റർ. ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയുടെ പരസ്നേഹ പ്രവർത്തനങ്ങളെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താവും. ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ആദ്യം തന്നെ തുടങ്ങിയത് പറഞ്ഞായിരുന്നു, നമ്മൾ അവരുടെ എല്ലാം കഷ്ടതകൾ കണ്ടുകൊണ്ടാണ് തുടങ്ങിയത്. അന്നത്തെ കാലത്ത് ഇന്നുപോലെ ഫണ്ട് രൂപീകരണമോ അങ്ങനെ വലിയ സമ്പത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം ഭക്ഷണത്തിനായിരുന്നു എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒന്നുണ്ട്, വിശക്കുന്നവനോട് അവന് ഭക്ഷണം കൊടുക്കാതെ അവൻ്റെ വയറ് നിറയ്ക്കാതെ ദൈവവചനം പ്രസംഗിക്കരുത്. അപ്പോൾ ആദ്യം അവൻ്റെ വിശപ്പകറ്റുക, പിന്നീട് വചനം കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ആദ്യം തന്നെ നമ്മൾ സൂപ്പ് കിച്ചൺ എല്ലാം തുടങ്ങി. പിന്നീട് നിരക്ഷരായിട്ടുള്ളവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. മുറിവേറ്റ ഒരുപാട് പട്ടാളക്കാരുണ്ട്, അപ്പോൾ അവർക്ക് ശുശ്രൂഷ കിട്ടാത്തതുകൊണ്ട് ഹോസ്പിറ്റൽസ് തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ വ്യാപിച്ച് ഇപ്പോൾ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഇതുപോലെ തന്നെ നിരാലംബരായിട്ടിരിക്കുന്ന എല്ലാവരുടെയും അടുത്തേക്ക് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഇറങ്ങിച്ചെല്ലും. അപ്പോൾ അവർക്ക് ഒരു സർവീസും അന്യമാകാൻ പാടില്ല. ഫാദർ ആദ്യം പറഞ്ഞതുപോലെ ഡിവൈനിൽ HIV എയ്ഡ്സ് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഇറങ്ങി വന്നത്, അവരെ ശുശ്രൂഷിക്കാനായിട്ട് വന്നത്, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റിയാണ്. എയ്ഡ്സ് ബാധിതർ എന്ന് പറയുന്ന സഭ നമ്മളെല്ലാവരും ഭയത്തോടെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഒരു മടിയും കൂടാതെ അവരിലേക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും അതിൽ അകപ്പെട്ടു പോയ അനേകം പേരെ ശുശ്രൂഷിക്കുവാനായിട്ട് ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ആദ്യം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുഷ്ഠരോഗികൾ ഇന്നും നമുക്ക് അവർക്ക് കോളനിയിൽ തന്നെ താമസിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നുണ്ട്. അവരുടെ കുട്ടികളെ, ഈ കോളനിയിൽ നിന്നുള്ള കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. പിന്നീട് നമുക്ക് അമ്മയില്ലാത്ത കുട്ടികളെ നമ്മൾ വളർത്തി ഒരു 3 വയസ്സ് വരെ അവരെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഒറീസയിൽ പ്രത്യേകിച്ചും, കാരണം അവരെ കെയർ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 3 വയസ്സ് വരെ കുട്ടികളെ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് പിന്നീട് സ്വന്തമായിട്ട് ജീവിക്കുവാനായിട്ടും ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ നമ്മൾ വില്ലേജിലേക്ക് തിരിച്ചു വിടുന്നുണ്ട്. മാതാപിതാക്കളെ മക്കൾ നോക്കാനില്ലാത്ത മാതാപിതാക്കൾ ഒരുപാട് പേരുണ്ട് നമുക്ക് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും. അതിനുവേണ്ടിയുള്ള വളരെ ഫ്രീ ആയിട്ട് എല്ലാ മതത്തിൽ നിന്നുള്ളവരും നമ്മൾ നോക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പറയാം, എവിടെയെല്ലാം കഷ്ടപ്പാടുകളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ അവിടെയെല്ലാം ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. താങ്ക് യു സിസ്റ്റർ. SCV കോൺഗ്രിഗേഷൻ്റെ സുപ്പീരിയർ ജനറലാണ്. സഭയുടെ പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിലുണ്ട്. SCV സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന പരസ്നേഹ ശുശ്രൂഷകളെ ഒന്ന് പരിചയപ്പെടുത്താമോ? പാവപ്പെട്ടവർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, വേദനിക്കുന്നവർക്ക് വേണ്ടി, സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച് പ്രവർത്തിച്ച ഒരു വിശുദ്ധൻ്റെ ചൈതന്യമാണ് ഞങ്ങളുടെ സമൂഹവും സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ വയനാട്ടിൽ ഞങ്ങളുടെ സമൂഹം സ്ഥാപിതമായപ്പോൾ പ്രത്യേകമായിട്ടും ആതുരാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, അതോടൊപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രോഗ്രാം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻറ്റർ, സ്ത്രീ ശാക്തീകരണം, ഇങ്ങനെയുള്ള മേഖലകളിലായിരുന്നു കൂടുതലായിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ കാലത്തിൻ്റെ തിരിച്ചറിവോടെ, കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാനസിക ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങൾ, മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളിൽ സുഖം പ്രാപിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്ററുകൾ, ഡി അഡിക്ഷൻ സെൻറ്ററുകൾ, യൂത്ത് കൗൺസിലിംഗ് തുടങ്ങിയ മേഖലകളിലേക്ക് ഞങ്ങളുടെ സേവനങ്ങളെ തിരിച്ചുവിടുവാനുള്ള ഒരു പ്രചോദനവും ഉൾക്കാഴ്ചയും ലഭിക്കുകയും അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ രൂപം കൊടുക്കുകയും ചെയ്തു. അതിനുള്ള ഒരു ഉദാഹരണമാണ് വയനാട്ടിലെ കൽപ്പറ്റയ്ക്കടുത്തുള്ള ചെന്നലോട് ലൂയിസ് മൗണ്ട് ഹോസ്പിറ്റൽ എന്ന മാനസിക ആരോഗ്യ ചികിത്സാ കേന്ദ്രം. 120 മാനസിക രോഗികളെ ഒരേ സമയത്ത് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുവാനും കസ്റ്റോഡിയൽ കെയറോടുകൂടി തന്നെ അവിടെ ചികിത്സിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ആ സ്ഥാപനം വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചു പോരുന്നു. തീർച്ചയായിട്ടും മാനസിക പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സിക്കപ്പെട്ട വ്യക്തികളെ അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്കായിട്ട് വീണ്ടും വേങ്ങപ്പള്ളി അല്ലെങ്കിൽ പുഴമടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ത്രീകൾക്കായി
ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഞങ്ങൾ തുടങ്ങി. ഇന്ന് 78 പെൺകുട്ടികളും സ്ത്രീകളും ആ ഭവനത്തിൽ ജീവിച്ചുകൊണ്ട് അവർ സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാണ് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ അവർക്കായി ഒരുക്കി കൊടുക്കുന്നു. അതിൽ അവരുടെ കുടുംബങ്ങൾ ഞങ്ങളോട് വളരെ നന്ദിയും സ്നേഹവും ഉള്ളവരുമാണ്. അതോടൊപ്പം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പ്രത്യേകിച്ചും വയനാടിൻ്റെ പ്രത്യേക പരിസ്ഥിതികളിലുമൊക്കെ അനേകം കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏകദേശം 50 വർഷങ്ങളോളം ആകുന്നു മാനന്തവാടി സെൻറ്റ് വിൻസെൻറ്റ്സ് ഹോസ്പിറ്റലിലായിട്ട് ഡി അഡിക്ഷൻ സെൻറ്റർ, ആൽക്കഹോളിക് അനോണിമസ് കൗൺസിലിംഗ് സെൻറ്ററോടുകൂടി ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്ന ഒരു സംവിധാനം. സന്തോഷത്തോടെ അഭിമാനത്തോടെ എനിക്ക് പറയുവാൻ സാധിക്കും, അനേകായിരം കുടുംബങ്ങൾക്ക് പുതുജീവൻ നൽകി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കുടുംബങ്ങൾ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുവാനുള്ള ഒരു അന്തരീക്ഷം അവർക്ക് സംജാതമാക്കി കൊടുക്കുവാൻ ഞങ്ങളുടെ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിലൂടെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് യുവജനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുക. ഈ യുവജനങ്ങളെ തിരികെ കൊണ്ടുവരുവാൻ സമൂഹത്തിനും സമുദായത്തിനും സഭയ്ക്കും അവർ വേണ്ടപ്പെട്ടവരാണ്. നാളത്തെ സമൂഹം ഇവരെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് എന്ന ബോധ്യത്തോടു കൂടി അവരെ പുനരുദ്ധരിക്കുവാനായിട്ട് കുറവിലങ്ങാടുള്ള സെൻറ്റ് വിൻസെൻറ്റ്സ് ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ സൈക്കോളജി ആൻഡ് കൗൺസിലിംഗ് സെൻറ്റർ യുവജനങ്ങൾക്കായും വിദ്യാർത്ഥികൾക്കുമായിട്ടും വളരെ മനോഹരമായിട്ട് പ്രവർത്തിച്ചു പോരുന്നുണ്ട്. ആ ഒരു സംവിധാനത്തിലൂടെ വളരെ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ, വിദ്യാർത്ഥിനികളെ രക്ഷിച്ചെടുക്കുവാൻ തന്നെ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. അതോടൊപ്പം നോർത്ത് ഈസ്റ്റിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സമൂഹങ്ങൾ ആരംഭിക്കുകയും പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭം കുറിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ മേഖലകളിലും ഹെൽത്ത് കെയർ മേഖലകളിലുമാണ് അവിടെയും ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ആതുരാലയങ്ങൾ വലിയ ഹൈടെക് ഹോസ്പിറ്റലുകളല്ല, സാധാരണയുള്ള ചെറിയ ഹോസ്പിറ്റലുകൾ. അതിൻ്റെ ഒരു ഉദ്ദേശവും ഇതാണ്, പാവപ്പെട്ടവർക്കും സാധാരണ മനുഷ്യർക്കും സമീപിക്കാവുന്നതും ചികിത്സ നേടാൻ സാധിക്കുന്നതുമായ ഹോസ്പിറ്റലുകളാണ് ഞങ്ങൾ നടത്തിപ്പോരുന്നത്. ഇതോടൊപ്പം കുഞ്ഞുങ്ങളെ പുനരുദ്ധരിക്കുക, സ്ത്രീകളെ വേണ്ടത്ര ഒരു കരുതലും ശിക്ഷണവും നൽകി അവർക്കും പ്രവർത്തിക്കുവാനുള്ള വേദി ഒരുക്കുക, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് പ്രവർത്തന മേഖലകളാണ് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചു പോരുന്നത്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. വളരെ വിശാലമായ പ്രവർത്തന രംഗങ്ങളാണ് ഉള്ളത്. കോൺഗ്രിഗേഷൻ ഓഫ് മിഷൻ വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ നേരിട്ട് സ്ഥാപിച്ച സ്ഥവ CMൻ്റെ പരസ്നേഹ പ്രവർത്തനം വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ആരംഭം കുറിച്ച പരസ്നേഹ പ്രവർത്തനങ്ങളുടെ തുടർച്ച തന്നെയാണ്. എന്തൊക്കെയാണ് CMൻ്റെ പ്രവർത്തനങ്ങൾ? 1625 വിൻസെൻ്റ് ഇപ്പോൾ കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ എന്ന സഭ സ്ഥാപിക്കുന്നത് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന യേശുവിൻ്റെ അതേ ലൂക്ക 4:18 അതേ ആപ്തവാക്യം എടുത്തുകൊണ്ടാണ്. വിൻസെൻ്റ് പോളിലെ ജീവചരിത്രകാരന്മാർ പറയും 6 വിശുദ്ധർക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു തീർത്ത പുണ്യചരിതനാണ് വിൻസെൻ്റ് പോൾ. അപ്പോൾ ആ ഒരു പാരമ്പര്യം വിൻസെൻഷ്യൻ സഭാമക്കളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിൻസെൻ്റ് പോൾ ആദ്യമായി മിഷന് അച്ഛന്മാരെ കോൺഫറൻസിന് അയക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക്, ഉൾഗ്രാമങ്ങളിലേക്ക്, പാവങ്ങൾ തിങ്ങി വസിക്കുന്നവർക്ക് ഇടങ്ങിച്ചെന്ന് അവർക്കൊരു സുവിശേഷമാകുക എന്നൊരു സന്ദേശവുമായിട്ടാണ്. അത് ഇന്നും സഭ തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞാൻ അംഗമായിരിക്കുന്ന സദേൺ ഇന്ത്യൻ പ്രവിശ്യയിലേക്ക്, ഇന്ത്യയിലെ സദേൺ ഇന്ത്യൻ പ്രവിശ്യയിലേക്ക് വരുമ്പോൾ 2018 പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ പ്രത്യേകിച്ച് ആലുവ കേന്ദ്രമാക്കി ഒരു വലിയ റീഹാബിലിറ്റേഷനും ക്യാമ്പും നടത്തി ഒത്തിരിയേറെ വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ പുനരുദ്ധരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒപ്പം 25ഓളം വീടുകൾ പ്രളയത്തിൽ നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ വെച്ചു കൊടുക്കാനും സഭ ആ സമയത്ത് പ്രത്യേകിച്ച് സഭയുടെ സാമൂഹിക മേഖല മുന്നോട്ട് കടന്നു വരികയുണ്ടായി. 1997 മാതൃക പ്രൊവിൻസായിരുന്ന അൺഡിവൈഡഡ് ഇന്ത്യൻ പ്രൊവിൻസിൽ നിന്ന് ഞങ്ങളുടെ സദേൺ ഇന്ത്യൻ പ്രൊവിൻസ് പുതിയ പ്രൊവിൻസായിട്ട് രൂപപ്പെടുന്നത്. 1997 തൊട്ട് 2022 വന്നപ്പോഴേക്കും 25 വർഷം ഞങ്ങൾ
രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ സഭ ഒന്നാകെ, പ്രത്യേകിച്ച് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തൊരു തീരുമാനമായിരുന്നു എങ്ങനെയാണ് നമുക്ക് ദരിദ്രരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് പാവങ്ങളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന ഒരു ചിന്ത രൂപപ്പെട്ടതിൻ്റെ ഫലമായി ഞങ്ങൾ ഒരു സ്റ്റഡി സ്കോളർഷിപ്പ് പ്രോഗ്രാം തുടങ്ങി. അതായത് 25ഓളം കുട്ടികളെ പല കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി, പഠിച്ചൊരു ജോലി കിട്ടുന്നവരെ അവരെ എല്ലാ രീതിയിലും സഹായിക്കുന്ന ഒരു സംരംഭമായി അത് 2022 ആരംഭിച്ച് ഇപ്പോഴും അത് ഓരോ വർഷവും പുതിയ കുട്ടികളെ എടുത്ത് അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം വീടുകളില്ലാത്ത കുടുംബങ്ങൾക്ക് നമ്മൾ പല സ്റ്റേറ്റുകളിൽ, പ്രത്യേകിച്ച് സദേൺ ഇന്ത്യൻ സ്റ്റേറ്റിലെ പല സ്റ്റേറ്റുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് അവർക്ക് നമ്മൾ വീടുകളും നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ കണ്ണൂർ മലബാറിൽ ഒരു ITA സ്കൂള് ഓൾറെഡി അത് നിർമ്മാണം പൂർത്തിയായി. നമ്മൾ ഉടനെ അത് ആരംഭിക്കും. പ്രത്യേകിച്ച് ജോലികളില്ലാതെ നമ്മുടെ ഇടവകളിൽ ഉള്ള കുട്ടികളെ ഫോക്കസ് ചെയ്ത് അവരെ കൊണ്ടുവന്ന് അവരെയും സ്വയം കാലിൽ നിൽക്കാനും അവരുടെ കുടുംബത്തെ മുൻപോട്ട് നയിക്കാനും അവരെ ഒന്ന് രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സംരംഭം മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ആന്ധ്ര, തമിഴ്നാട്, പ്രത്യേകിച്ച് കർണാടക ഇതുപോലുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾക്ക് വിദ്യാഭ്യാസ രംഗങ്ങളിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്, പ്രത്യേകിച്ച് ഉൾഗ്രാമങ്ങളിലൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഹോസ്റ്റലുകൾ തുടങ്ങിയിട്ട് ആ ഹോസ്റ്റലുകളിലേക്ക് ഇതുപോലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഒത്തിരിയേറെ സാധ്യതകളുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവരെ നമ്മൾ കൊണ്ടുവന്ന്, അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണ്, നമ്മുടെ തന്നെ സ്കൂളുകളിലാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് അവരുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാം ചെയ്ത് അവർ ജോലിയിലെത്തുന്നവരെ അവരെ അനുനയിക്കുന്ന ഒരു സംരംഭമായി അത് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വിവിധങ്ങളായ രീതിയിൽ സാമൂഹിക ശുശ്രൂഷകളിലൂടെ പ്രത്യേകിച്ച് പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന വിൻസെൻ്റ് പോളിൻ്റെ അതേ ആത്മീയതയിൽ ആഴപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ 400 വർഷം 2025 സഭ ആഗോള വിൻസെൻഷ്യൻ സഭ 400 വർഷം തികയാണ്. ഒപ്പം ദരിദ്രരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് വിവിധങ്ങളായ സാമൂഹിക ശുശ്രൂഷകളിലൂടെ കുടുംബങ്ങളെയും വ്യക്തികളെയും സമഗ്രമായി വളർത്താനുള്ള ഉത്തേജനത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വിവിധ തരത്തിലുള്ള പരസ്നേഹ പ്രവർത്തനങ്ങളുടെ ചൈതന്യമാണ് നിങ്ങൾ പങ്കുവച്ചത്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഒത്തിരി പ്രേരണ ഈ പരസ്നേഹ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി. ഇന്ന് 4 സഭകളിലെ അംഗങ്ങളും വിൻസെൻ്റ് പോൾ സൊസൈറ്റിയിലെ അംഗവുമാണ് തങ്ങളുടെ പരസ്നേഹ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മളോട് പങ്കുവച്ചത്. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ പരസ്നേഹ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റനേകം സഭകൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഈ 5 പ്രതിനിധികളെ മാത്രമാണ് ക്ഷണിക്കുവാനായിട്ട് സാധിച്ചത്. ഇനിയും വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ പരസ്നേഹ പ്രവർത്തനങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടുപോകുന്ന അനേകം സഭകളെ പിന്നീട് നമുക്ക് പരിചയപ്പെടാം. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ സഹായം ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന യേശുവിൻ്റെ വചനം തൻ്റെ ജീവിതത്തിൽ സ്വായത്തകമാക്കിക്കൊണ്ട് പരസ്നേഹ പ്രവർത്തനങ്ങളുടെ കൊടുങ്കാറ്റഴിച്ചുവിട്ട വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ അതേ ചൈതന്യമാണ് ഇന്ന് നമ്മൾ ഇവരിലൂടെ കേട്ടത്. ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നതും അതേ ചൈതന്യം തന്നെ. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ ദിനത്തിൽ നമ്മൾ ഈ പരസ്നേഹ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ വിൻസെൻ്റ് പോൾ നിറഞ്ഞു നിന്നിരുന്ന പാവങ്ങളോടുള്ള സ്നേഹം നമ്മുടെ അയൽവക്കങ്ങളിലേക്കും നമുക്ക് പകരാം. നമ്മുടെ വീടിനടുത്ത് ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുവാൻ ഈ വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ ഒരു പ്രേരണയായി തീരട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ മധ്യസ്ഥം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.